താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുടെ या मुस्तफा या मुस्तफा या मुस्तफा या मुस्तफा या मुस्तफा या मुस्तफा तू है आशिक़े नबी सबको ये बताए जा मुस्तफा के इश्क में महफिले सजाए जा या मुस्तफा या मुस्तफा या मुस्तफा या मुस्तफा तू है आशिक़े नबी सबको ये बताए जा मुस्तफा के इश्क में महफिले सजाए طلع البدر علينا من ثنيات الوداع وجب الشكر علينا طلع البدر علينا من ثنيات الوداع ഗ്രാമഭംഗിയുടെ മനോഹാരിതയും പഴമയുടെ ഗരിമയും തോളുരുമ്മി നിൽക്കുന്ന കരുവന്തുരുത്തി, ഏറനാടൻ മണ്ണിലൂടെ കൈവരന്നൊഴുകുന്ന ചാലിയാറും കടലുണ്ടിപ്പുഴയുടെ കൈവഴിയും അറബിക്കടലിൽ സംഗമിക്കുന്ന നയനാനന്ദകരമായ കാഴ്ചക്ക് സാക്ഷിയായി നിൽക്കുന്ന കരുവന്തുരുത്തി. ചരിത്രപ്രസിദ്ധമായ ഈ തുരുത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, സയ്യിദ് ഇസ്മായിൽ ബുഖാരി എന്നിവരുടെ സന്താന പരമ്പരയിൽ മതഭക്തരായ സയ്യിദ് അബൂബക്കർ കുഞ്ഞിക്കോയ തങ്ങൾ, സയ്യിദത്ത് ഹലീമ കുഞ്ഞി ബീവി എന്നിവരുടെ പുത്രനായി ഹിജ്റ 1341 റബീഉൽ അവൽ 25 വെള്ളിയാഴ്ചയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരിയുടെ ജനനം. മാതാപിതാക്കളുടെ ആത്മീയ ശിക്ഷണത്തിലായിരുന്നു തങ്ങളുടെ ചെറുപ്പം. കരുവന്തുരുത്തി ദർസിൽ പുത്തൻ വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാരിൽ നിന്നാണ് പ്രാഥമിക പഠനം. പഠിക്കുന്നതെല്ലാം ഹൃദിസ്ഥമാക്കുന്ന ശീലമായിരുന്നു തങ്ങളുടേത്. കൊന്നുകെട്ടായി എന്ന പേരിൽ പ്രസിദ്ധനായ പൊന്നാനിയിലെ കോടമ്പിയകത്ത് മുഹമ്മദ് മുസ്ലിയാരുടെ ദർസിൽ പഠിക്കുമ്പോഴാണ് പ്രഭാഷണകലയിൽ ആകൃഷ്ടനാകുന്നത്. ആ പ്രസംഗചാരുതയും ആവേശവും ആദർശ കേരളത്തിന് സുഹൃതമായി. വെല്ലൂർ ബാക്കിയാത്തിൽ നിന്നും ബിരുദമെടുത്തതിനു ശേഷം പ്രഭാഷണ രംഗത്ത് ഏറെ ശ്രദ്ധ പുലർത്തി. 1956 സമസ്ത മുഷാവറ അംഗത്വത്തോടെയാണ് തങ്ങൾ പൊതുരംഗത്ത് വരുന്നത്. വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യകാല ഖജാൻജിയും മുഷാവറയിലെ പ്രത്യേക ക്ഷണിതാവുമായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ നിർദ്ദേശമനുസരിച്ചാണ് താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ സംഘടനാ രംഗത്ത് സജീവമായത്. ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ പ്രസിഡന്റാണ് സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി. മഴ തേടുന്ന വേഴാമ്പലിനെ പോലെ തങ്ങളുടെ വാക്കുകൾക്ക് കാതോർക്കുന്ന പതിനായിരങ്ങളാണ് കേരളത്തിലും കർണാടകയിലുമുള്ളത്. സമ്മേളന വേദികളിൽ, ആത്മീയ സദസ്സുകളിൽ, സനദ്ദാന സംഗമങ്ങളിൽ ആ മഹാഗുരുവിന്റെ വാക്കുകൾ വിജ്ഞാനത്തിന്റെ ചിരന്തന ഗീതമായി ഒഴുകിയെത്തുന്നു. ആദർശവിശുദ്ധിയുടെ ചിരന്തന ഭൂമിയിൽ പാണ്ഡിത്യത്തിന്റെ പ്രകാശഗോപുരമായി വർത്തിക്കുന്ന താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി. അവിടുത്തെ അനുഗ്രഹ ജീവിതം ഇന്നും ഇസ്ലാമിക കേരളത്തിന് തണലും തുണയുമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യ അധ്യക്ഷനായി സാംസ്കാരിക കേരളത്തിന്റെ വൈജ്ഞാനിക ഭൂപടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സയ്യിദ് ഉള്ളാളിന്റെ അർത്ഥസമ്പൂർണവും ഗഹനവുമായ പ്രഭാഷണങ്ങൾ ആദർശ കേരളത്തിന് ഊർജം പകരുന്നവയാണ്. സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ നിന്നും അകന്നുകൊണ്ട് സ്വാർത്ഥ താൽപര്യത്തിനായി പണ്ഡിത സംഘത്തെ വിനിയോഗിച്ചവർക്കെതിരെ നടത്തിയ എറണാകുളം പ്രഭാഷണം ഇന്നും ചരിത്ര സത്യമായി നിലകൊള്ളുന്നു. ഒരാദർശത്തിന്റെ കണിശവും സത്യസന്ധവുമായ അവരോഹനമായിരുന്നു ആ പ്രഭാഷണം.
സത്യത്തെ നേർദിശയിലേക്ക് നയിച്ച പ്രസംഗം. ചരിത്രം തിരുത്തിയ ആ പ്രസംഗത്തിലൂടെയാണ് സുന്നി കേരളം ആദർശാവബോധത്തിന്റെ ശക്തരായ വക്താക്കളായത്. പാണ്ഡിത്യത്തെ പടിപ്പുരയിൽ തന്നെ തളച്ചിട്ട് പണ്ഡിതധർമ്മത്തിന്റെ കർമ്മകാണ്ഡത്തെ നിരാകരിച്ചവർക്കെതിരെ തിരിച്ചറിവിന്റെ ധീരോദാത്തമായ മുന്നറിയിപ്പുകളായിരുന്നു അന്നും ഇന്നും ഉള്ളാൾ തങ്ങളുടെ പ്രഭാഷണങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്.